ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ശ്രീലക്ഷ്മി ആണെങ്കിൽ വീടിനകമൊക്കെ അടിച്ചു വാരി ഇങ്ങനെ തൂത്തോണ്ട് നിൽക്കുക. ജനലിൽ കൂടെ ഹരീഷ് ഇത് കാണുന്നുണ്ട്. അവന് നല്ല സന്തോഷമാണ്. ആ സമയത്ത് നാണ്ട രുക്മിണി മോളിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരിക. രുക്മിണി നോക്കുമ്പോൾ ഹരീഷ് ഇങ്ങനെ ശ്രീലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. രുക്മിണി മനസ്സിൽ പറയുക, നീ അങ്ങനെ എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യടി, 4 നേരം വെട്ടി വിഴുങ്ങുന്നതല്ലേ, നിന്നെക്കൊണ്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിലെ ബാത്റൂം വരെ കഴിയിപ്പിക്കും. എൻ്റെ മോൻ മരങ്ങോടൻ നാണ്ട് അവളെ നോക്കി ഇങ്ങനെ സന്തോഷത്തെ നിൽക്കുന്ന കണ്ടില്ലേ, അതുകൊണ്ട് നമ്പർ മാറ്റി ഒന്ന് പിടിച്ചു കളയാം. രുക്മിണി ഇങ്ങോട്ട് ഓടി വന്ന ശ്രീലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്ന ആ ചൂലങ്ങ് വാങ്ങിച്ചെറിഞ്ഞിട്ട്, ഇതൊക്കെ ചെയ്യാൻ മോളോട് ആര് പറഞ്ഞു? വീടിനകമൊക്കെ അടിച്ചു വാരാനും മുറ്റം തൂക്കാനും പാത്രം കഴുകാനും ഒന്നും അല്ല എൻ്റെ മകൻ നിന്നെ കല്യാണം കഴിച്ചത്. അവൻ്റെ ഭാര്യയായിട്ടും എൻ്റെ മരുമകളായിട്ടും ഈ വീട്ടിലെ രാജകുമാരിയെപ്പോലെ ജീവിക്കാൻ വേണ്ടിയാ. എൻ്റെ ദൈവമേ, രുക്മിണിയുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാകാതെ ആ പൊട്ടൻ നേണ്ട ആ ഹരീഷ് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കുവാണ്. ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ ഞാനൊരു സെർവൻറ്റിനെ വെച്ചിട്ടുണ്ട്, അവൾ ഇതൊക്കെ ചെയ്തോളും. എൻ്റെ മോൾ ഇതൊന്നും ചെയ്യരുത്. ഇതൊക്കെ കാണുമ്പോൾ ഈ അമ്മയ്ക്ക് സങ്കടവാ. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയല്ലേ നീ? എനിക്ക് നിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ കരച്ചിലാണ് വരുന്നത്. എല്ലാം സഹിക്കാനുള്ള കരുത്ത് ദൈവം എൻ്റെ മോക്ക് തരുന്നുണ്ടല്ലോ. രുക്മിണി പറയുന്ന ആ പൊള്ളയായ കള്ളത്തരം വിശ്വസിച്ച് വേണ്ട ശ്രീലക്ഷ്മി രുക്മിണിയുടെ തോളിലോട്ട് ചാഞ്ഞു കിടന്ന് അമ്മേന്ന് വിളിച്ച് കരയുക. ഹരീഷ് നോക്കുമ്പോൾ ശ്രീലക്ഷ്മി കരയുന്ന മുഖം മാത്രമേ കാണാൻ പറ്റൂ, അമ്മയുടെ മുഖം കാണുന്നില്ല. രുക്മിണി മനസ്സിൽ പറയുക, എടി, കൊതുകിനെ ഞെരിച്ച് കൊല്ലുന്ന പോലുള്ള ദേഷ്യവാടി എനിക്ക് നിന്നെ കൊല്ലാനുള്ള. അവസരം ഒത്തു വരട്ടടി, ഞാൻ കാണിച്ചു തരാം. മോളെ ഇലക്ഷന് നിൽക്കാൻ തന്നെ ഞാൻ സമ്മതിച്ചത് എന്താണെന്നറിയോ? മോടെ മനസ്സിനൊരു സമാധാനം സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് കരുതിയ. അതുകൊണ്ട് എൻ്റെ മോള് സന്തോഷമായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് രുക്മിണി അങ്ങ് പോവുക. ഹരീഷ് അപ്പം പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ അടുത്തിട്ട് വന്നിട്ട് പറയാം, പണ്ട് എൻ്റെ അമ്മ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ഇപ്പം സ്നേഹം തിരിച്ചു തരുന്നില്ലേ? ഇപ്പം ശ്രീക്ക് മനസ്സിലായ ഇതാണ് എൻ്റെ അമ്മ. ശ്രീലക്ഷ്മി പൊട്ടിക്കരയോ? കരയാതെ ശ്രീലക്ഷ്മി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്. സന്തോഷം കൊണ്ട് മാത്രമാ ഹരീഷെ ഞാനിപ്പോൾ ഈ കരയുന്നത്. ഞാനിപ്പോൾ എത്ര സന്തോഷിക്കുന്നുണ്ടെന്ന് ശ്രീക്കറിയാവോ? എൻ്റെ അമ്മ എത്ര സ്നേഹത്തോടാണ് നിന്നോട് പെരുമാറുന്നത്. എത്രയൊക്കെ സ്നേഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചാലും ഉള്ളുകൊണ്ട് ഞാൻ കരയുവാണ് ഹരീഷെ. സ്വന്തം കുഞ്ഞിനെ ഒന്ന് പ്രസവിക്കാൻ പോലും കഴിയാതെ പോയൊരു ഭാഗ്യഹീനയായ ഒരു അമ്മയല്ലേ ഞാൻ എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന് ഹരീഷിന് അറിയാവോ? ഞാൻ എന്തൊരു വിഡ്ഢിയാ. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടപ്പിറപ്പുകളും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എന്തൊരു മണ്ടിയാണെന്നോർത്ത് ഞാൻ നടുങ്ങുകയാണ്. എന്നെ പെറ്റു വളർത്തിയ എൻ്റെ അമ്മ തന്നെ എൻ്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ഉറക്കത്തിൽ ഞാൻ എൻ്റെ പൊന്നു കുഞ്ഞിനെ സ്വപ്നം കണ്ടു ഉണരുവാണ് ഹരീഷെ. എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെന്ന നിലവിളിയാണ് എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നത്. ശ്രീലക്ഷ്മിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു, കരയാതെ ശ്രീ, മനസമാധാനം കിട്ടാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളിൽ ഒരു അമ്മയുണ്ടെന്നുള്ള സത്യം അവർ ഓർത്തില്ലല്ലോ ഹരീഷ്. ഈ സമയം രാജുവും മൃതികയും കൂടെ ജഗന്നാഥനെ ഒളിപ്പിച്ച് താമസിക്കുന്ന സ്ഥലം കണ്ടെത്തി അങ്ങോട്ട് വന്നിരിക്കുവാണ്. ഭയങ്കര കാടും മേടും ഒക്കെയാണ് അവിടെയൊക്കെ. അതിനകത്തൂടെയൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് രാജുവും മൃതികയും വരുന്നത്. രാജു പറയുന്നുണ്ട്, മൃതികയെ, ഇത് തന്നെയാണെന്ന് തോന്നുന്ന സ്ഥലം. അങ്ങനെ അവരൊരു വീടിനടുത്ത് എത്തിയിട്ടുണ്ട്. ജനലിൽ കൂടെ നോക്കുന്നു, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ ഡോറൊന്ന് തള്ളി നോക്കുമ്പോൾ തുറക്കാൻ പറ്റി. അങ്ങനെ അവർ രണ്ടുപേരും റൂമിനകത്തോട്ട് കയറുവാണ്. അങ്ങനെ ആ റൂമിനകത്തെ പടിക്കെട്ടി കൂടെ മുകളിലത്തെ നിലയിലോട്ട് അവർ പോവുകയാണ്. അവരങ്ങനെ മുകളിലത്തെ നിലയിലോട്ട് എത്തിയപ്പോൾ തന്നെ അവിടെ ഒരുത്തൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. അവനെ കണ്ടെന്ന് രാജു അങ്ങോട്ട് ചെന്ന് അവനെ എടുത്തിട്ട് അങ്ങോട്ട് ഇടിക്കുവാണ്. കണ്ടാൽ തന്നെ അറിയാം അവനൊരു ഗുണ്ടയാണെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും തൊഴിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൊരിഞ്ഞ് ഇടിയും തൊഴിയൊക്കെ കഴിഞ്ഞ് ആ ഗുണ്ടയെ രാജു ഇടിച്ച് ലെവലാക്കിയൊരു മൂലക്കിട്ടിട്ട് അടുത്ത കാണുന്ന റൂം അങ്ങനെ തുറക്കുമ്പോൾ രാജുവും ഹൃദയവും ഞെട്ടിപ്പോയി. ജഗന്നാഥൻ ഒരു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെ ആ കട്ടിലിൽ കിടക്കുന്നുണ്ട്. അടുത്തൊരു നേഴ്സും ഉണ്ട്. നേഴ്സ് എന്തൊക്കെ എഴുതുകയൊക്കെ ചെയ്യുവാണ്. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയില്ല. പെട്ടെന്നൊരു ആംബുലൻസ് കാണിക്കുന്നുണ്ട്. ആംബുലൻസ് അങ്ങനെ സ്പീഡിൽ പോകുന്നതാണ്. അങ്ങനെ രാജുവും ഹൃതികയും ജഗന്നാഥനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് തോന്നുന്നു. ശ്രീലക്ഷ്മിയും ഹരീഷും ഹാളിലിരിക്കുക. ഹരീഷ് ആണെങ്കിൽ ഇങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം രുക്മിണി വാച്ച് ചെയ്യുന്നുണ്ട്. രുക്മിണി പറയാം, ചെറിയ ചെറിയ തീപ്പൊരികളൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് വേണം ഇവളെ അതിനകത്തിട്ട് പൊരിച്ചെടുക്കാൻ. വളരെ നൈസായിട്ട് രുക്മിണി തൻ്റെ ഹരീഷിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയാം, മോനെ, ആ ഇലക്ഷന് തോറ്റതിന് ശേഷം എന്താണെന്നറിയില്ല, ശ്രീലക്ഷ്മിക്ക് വല്ലാത്ത ഒരു മാറ്റം. ശ്രീലക്ഷ്മി പറയാം, അത് അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. അന്നേരം ഒരു വിഷമം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലമ്മേ. അതൊന്നും അല്ല മോളെ, നീ ഒരു ഭാഗ്യമില്ലാത്തവളാ.
എൻ്റെ മോനെ നീ കല്യാണം കഴിച്ച് സ്വന്തം വീട്ടിൽ നിന്ന് പോയതിന് ശേഷം അവർക്കാണെങ്കിലോ അങ്ങ് നല്ല കാലം, എന്നാലോ ഈ വീടിന് നിങ്ങൾക്കും കഷ്ടകാലവും. ഹരീഷ് ഉടനെ പറയും, അമ്മയ്ക്ക് തോന്നുന്നതാ, അങ്ങനെയൊന്നുമില്ല. ഓ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രുക്മിണി അവിടെ നിന്ന് അങ്ങ് പോവുക. ഹരീഷ് എന്നിട്ട് ശ്രീലക്ഷ്മിയോട് പറയാം, അമ്മ ഇങ്ങനെ കഥയില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അതൊന്നും കേട്ട് എൻ്റെ ശ്രീ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. രുക്മിണിയാണെങ്കിൽ ഇത് ഒളിഞ്ഞു മാറി നോക്കുക. ഇവൻ ഇവളെ ഉപേക്ഷിക്കണം, ചവിട്ടി പുറത്താക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇതിനുടനെ തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ രാജുവും ഹൃദയയും കൂടെ ജഗന്നാഥനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ രാജുവിനോട് പറയുക, ആളൊരു കോമ സ്റ്റേജിലാണ്, ഉണരാൻ വളരെ പ്രയാസമാണ് രാജു. പിന്നെ അവസാന വാക്ക് ഒരു ഡോക്ടറുടേതല്ലല്ലോ, എന്ത് അത്ഭുതം വേണമെങ്കിലും സംഭവിച്ചേക്കാം. കാര്യങ്ങളൊക്കെ രാജു എന്നോട് പറഞ്ഞല്ലോ, അതുകൊണ്ട് പേഷ്യൻറ്റിനെ ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം. ഇവിടെ വന്ന ഒരു രോഗിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ചങ്കൂറ്റമൊന്നും ആർക്കും ഇല്ല. അപ്പോൾ നിങ്ങൾ പൊയ്ക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാം. രാജു ഹൃദയോട് പറയാം, വാ ഋതു, അങ്കിളിനൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രുക്മിണിയാണെങ്കിൽ കുടുംബശ്രീ പ്രസിഡന്റിനോട് പറയുക, എൻ്റെ മോൻ്റെ കഷ്ടകാലത്തിന് അവളെ പോയി കെട്ടിയത്, എൻ്റെ കെട്ട നേരത്തിന് ഞാൻ രണ്ടിനെയും വീട്ടിനകത്തോട്ട് കയറ്റുകയും ചെയ്തു. എന്നാലേ വിളിച്ച് കയറ്റിയതുപോലെ തന്നെ ചവിട്ടി പുറത്താക്കണം രുക്മിണി, അതാ ഒരമ്മയുടെ കഴിവ്. അതിന് നാട്ടുകാരെന്തെങ്കിലും പറയില്ലേ സാവിത്രി? അതിന് നാട്ടുകാരാണോ നിനക്ക് ചെലവിന് തരുന്നത്? അവരോട് പോകാൻ പറ രുക്മിണി. അത് മാത്രമല്ല സാവിത്രി, അവൾ അവനെ മയക്കി പോക്കറ്റ് വെച്ചിരിക്കുക. ഞാനിനി എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പണ്ടത്തെ പോലെ അവളെയും പിടിച്ചിറക്കിക്കൊണ്ട് പോവുമോന്നാ എൻ്റെ പേടി. എൻ്റെ രുക്മിണി പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ കഷ്ടത്തിലിരിക്കുന്ന പോവുകയും പറ്റില്ല, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം. പക്ഷെ രണ്ടും കൂടെ നടക്കില്ല. രുക്മിണി ഒരു കാര്യം ചെയ്യും, കരഞ്ഞും പിഴിഞ്ഞും കൈകാലിട്ടടിച്ചും ചെറുക്കനെ നിങ്ങളുടെ ഭാഗത്താക്കാൻ നോക്ക്. ഹരീഷിനെ നിങ്ങൾ പ്രസവിച്ചതല്ലേ, അപ്പൊ നിങ്ങൾ പറയുന്നതല്ലേ അവൻ കേൾക്കത്തുള്ളൂ. അവൻ അനുസരിക്കും രുക്മിണി. അതങ്ങനല്ല സാവിത്രി, ചില ആമ്പിള്ളാർ വെറും പെൺകോന്തന്മാരാ. അവള് പറയുന്നതേ അവൻ കേൾക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ രുക്മിണി നിങ്ങൾ തനി അമ്മായിയമ്മ തന്നെ ആകണം. മരുമോക്കിട്ട് എന്തൊക്കെ വേല വെക്കാവോ അതൊക്കെ അങ്ങോട്ട് വെക്കണം. വേലവെപ്പ്, പാരവെപ്പ്, ഓടിവെപ്പ്, ഈ വക വിദ്യകളൊന്നും ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ രുക്മിണിക്ക്. അതിൻ്റെയൊക്കെ ആശാട്ടിയല്ലേ ഈ രുക്മിണി. അപ്പോൾ രാധമ്മ മാർക്കറ്റിലോ എവിടെയോ പോയിട്ട് വരുന്നുണ്ട്. സാവിത്രി പറയാം, തോണ്ട വരുന്നു നിങ്ങളുടെ ബന്ധക്കാരി. ആര്? ഇവളെൻ്റെ ബന്ധക്കാരി, പിന്നല്ലാതെ നിങ്ങളുടെ മോൻ്റെ അമ്മായിയമ്മയല്ലേ. ആ വരുന്ന വരവ് കണ്ടില്ലേ, കൊമ്പത്തെ സൂര്യമംഗലത്തെ ബന്ധുവാ. രണ്ട് ചീത്തയെങ്കിലും പറഞ്ഞു വിടി രുക്മിണി. പാവൻ രാധമ്മ ദൈവത്തെ കൂട്ടുവിളിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ രക്ഷിക്കണേ. ആ രുക്മിണി വഴക്കിന് വന്നാൽ ഞാൻ എന്ത് മറുപടി പറയും? ഏതായാലും മോങ്ങാനിരുന്ന നായുടെ തലേ തേങ്ങ വീണതുപോലെ കിട്ടിയതായിരുന്നു സാവിത്രിയെ. സാവിത്രി എന്തൊക്കെ പറഞ്ഞു കൊടുക്കാവോ അത്രയും രുക്മിണിക്ക് പറഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് സാവിത്രി അവിടുന്ന് തടി തപ്പി. അങ്ങനങ്ങ് പോയാലെങ്ങനെ രാധമ്മേ? അവിടെ നിൽക്കടി, നീ എന്നെ നാണം കെടുത്തിയവളല്ലേ. എൻ്റെ പൊന്ന് രുക്മിണി, ഈ പെരുവഴി കിടന്ന് വഴക്കിടാനൊന്നും എന്നെ കിട്ടില്ല. എന്നാൽ ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് വഴക്കിടാവടി. നിന്റെ മകളെ എൻ്റെ മകൻ്റെ തലയിലോട്ട് കെട്ടിവെച്ചതല്ലേ. ആ നശിച്ചവള് കാരണം ഞാൻ പെരുവഴിയില്ല. രാധമ്മ സ്പീഡിൽ നടക്കും. അവിടെ നിൽക്കടി അവിടെ എന്നും പറഞ്ഞ് വീണ്ടും പിടിച്ചു നിർത്തുവാണ് രുക്മിണി അവളെ. നീ എങ്ങോട്ടാടി ഇത്ര സ്പീഡിൽ ഓടിപ്പോന്ന്? എനിക്ക് നിന്നോടത്ര ഓടാനൊന്നും പറ്റില്ല. നീ അവിടെ നിൽക്ക്. നിന്റെ മോടെ ഗുണവധികാരം കൂടെ കേട്ടിട്ട് പോയാൽ മതി. തലതെറിച്ച ഒരു സന്തതി, നിന്റെ മോളെന്താടി ഇങ്ങനെയായിപ്പോയത്? മോളെ പറഞ്ഞപ്പം നമ്മുടെ രാധമ്മയ്ക്ക് രോഷം കൂടി തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നു, എന്താടി നീ എൻ്റെ മോളിൽ കണ്ട ഒരു കുഴപ്പം? ഞാൻ എൻ്റെ മക്കളെ നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് നല്ല അന്തസ്സായിട്ടാണ് വളർത്തിയത്. നീ ഒരുത്തിയെ വളർത്തിയല്ലോ, നിന്റെ മോള് രമ്യ. ഇപ്പൊ അവൾ എവിടെ പോയി? കുറെ നാൾ എൻ്റെ മോന്റെ പുറകെ നടന്ന് അവന് ശല്യമായി. അവനെ കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന പോലെ ഭ്രാന്ത് അഭിനയിച്ചു. പിന്നെ ഏതോ ഒരു വഴിക്ക് അങ്ങ് പോയിക്കളഞ്ഞവള്. എൻ്റെ മകളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ നിന്നോട് ദൈവം പകരം ചോദിക്കുവരി. ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ആ കുഞ്ഞിന്റെ ആത്മാവ് നിന്നെ വെറുതെ വിടില്ലടി രുക്മിണി. നീ നിന്റെ മക്കളെ കാണാൻ പറ്റാതെ ഒരു തുള്ളി വെള്ളം തൊണ്ടയിൽ കൂടി ഇറങ്ങാതെ പെടഞ്ഞ് നീ ചാകും. രുക്മിണി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാധമ്മ ഇങ്ങനെയൊക്കെ പറയുമെന്ന്. രുക്മിണിയുടെ ഭീഷണിക്ക് മുന്നിൽ എപ്പോഴും പൊട്ടിക്കരുന്ന രാധമ്മയെ കണ്ടിട്ടുള്ള രുക്മിണി, എടി രുക്മിണി, ഇതൊരമ്മയുടെ പ്രാക്കല്ല, വേദനയാ. ഇതിന്റെ ശിക്ഷ നീ അനുഭവിച്ചേ പറ്റൂ. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ അളമുറ്റിയാൽ ചേരയും കടിക്കുമെന്ന പോലായി. രുക്മിണി ആകെ നാണിച്ച് വിളറി ആ റോഡിൽ ഇങ്ങനെ നിൽക്കുക. വേണ്ടായിരുന്നു, ഇതിന്റെ ഒരാവശ്യമില്ലായിരുന്നു. വെറുതെ വേലിക്ക് കിടന്ന പാമ്പിനെ എടുത്ത് തോളിലിട്ട പോലെയായി രുക്മിണിക്ക്. നമ്മുടെ രാധമ്മ പഴയതുപോലെ കരയും പിഴിയും ഒന്നും ചെയ്തില്ല. നല്ല ധൈര്യത്തോടെ അത്രയൊക്കെ പറഞ്ഞിട്ട് നടന്നു നീങ്ങി അങ്ങ് പോവുക. ഈ സമയം പ്രതാപനും അംബികയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. യാമിനി അവർക്കുള്ള ഫുഡൊക്കെ ഇങ്ങനെ വിളമ്പുന്നുണ്ട്. പ്രതാപൻ പറയുക, ഇന്നത്തെ ദിവസം ശേഖരനും കൂടെ ഉണ്ടായിരിക്കണമായിരുന്നു യാമിനി. അല്ല പ്രതാപേട്ടൻ ശേഖരേട്ടനെ വിളിച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. ഞാൻ വിളിച്ചിരുന്നു. അവൻ അഡ്വാൻസ് ആയിട്ട് നിന്നോട് വല്ലതും പറഞ്ഞോ യാമിനി? ഇല്ല ഏട്ടാ, പ്രതാപേട്ടൻ എന്തോ പറയാനുണ്ട്, അത് പറയും എന്ന് മാത്രം പറഞ്ഞു. അംബികയ്ക്കൊരു വെപ്രാളം. ഇനി എന്തായിരിക്കും? എന്താ പ്രതാപ, ഇന്ന് നിർണായകരമായ ഒരു തീരുമാനം എടുക്കേണ്ട ദിവസം അല്ലേ ചേച്ചി? അംബികയുടെ അഭിനയം തുടങ്ങി. അല്ല പ്രതാപ, നീ ശേഖരനെ
അറിയിച്ചു. ഞാൻ നിന്റെ അമ്മയ്ക്ക് തുല്യമായ മൂത്ത ചേച്ചിയല്ലേ? നീ എന്നോടുകൂടി പറയടാ. ഇതൊക്കെ ഒരു സർപ്രൈസ് അല്ലേ ചേച്ചി? അത് മുമ്പേ അങ്ങോട്ട് പറഞ്ഞാൽ എൻ്റെ ത്രില്ല് അങ്ങ് പോകില്ലേ ചേച്ചി? ത്രില്ല് പോവല്ല പ്രതാപ, അതപ്പം തന്നെ അംബിക കൊന്നു കുഴിച്ചു മൂടി കൈ തന്നിരിക്കും. അപ്പോൾ രാജുവും ഹൃദയ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപൻ ചോദിക്കും, അല്ല നിങ്ങളിതെവിടെ പോയിരുന്നു? ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നല്ലോ. ഒരത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു സാർ, അതിനുവേണ്ടി പോയത്. അംബിക രണ്ടുപേരും ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. എന്തായിരിക്കും ഇവരുടെ അത്യാവശ്യം? യാമിനി പറയുന്നു, മക്കളെ നിങ്ങളിരിക്കും, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം വിളമ്പാം, കുറച്ച് കഴിയട്ടെ ചെറിയമ്മേ. ആ സമയം പ്രതാപൻ്റെ ഫോണിലോട്ട് പത്മയുടെ കോളാണ് വരുന്നത്. പ്രതാപൻ അത് നോക്കുമ്പോൾ സിസ്റ്റർ പവിത്ര എന്നാണ്. അയ്യോ, സിസ്റ്റർ പവിത്രയുടെ കോളാണല്ലോ. പ്രതാപൻ ഒരു പരുങ്ങലോടെ ചുറ്റും അവരെയൊക്കെ നോക്കിയിട്ട് ഇതാ ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ആ ഫോണും കൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയ പ്രതാപനെ അംബികയും രാജുവും ഹൃദയെല്ലാം ഇങ്ങനെ അതിശയത്തോടെ നോക്കുവാണ്. പ്രതാപൻ പുറത്തു വന്നിട്ട്, സിസ്റ്റർ പവിത്രേ അവിടുന്ന് പുറപ്പെട്ടോ? അയ്യോ ഇല്ല. അതെന്താ സിസ്റ്ററെ, ഒന്ന് വേഗം പുറപ്പെട്, ഞങ്ങളുടെ സിസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. പത്മ എന്താ പറയുന്ന പോലും കേൾക്കാതെ പെട്ടെന്ന് പ്രതാപൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ രാജു ഹൃദയയുടെ പ്രതാപൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. രാജു ചോദിക്കുന്നു, സാറേ എന്തായി സാറിൻ്റെ തീരുമാനം? അത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഹോളിലോട്ട് വാ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ യാമിനിയും രാജുവും ഹൃദയയും ഹോളിൽ വന്നിരിക്കുമ്പോൾ സദാശിവ സാറും കൂടെയുള്ള അണികളും എല്ലാവരും അവിടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞു. യാമിനി അകത്തോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ സദാശിവൻ സാറ് പറയും, യാമിനി എനിക്ക് കാര്യം മനസ്സിലായി, ചായ എടുക്കാൻ പോവല്ലേ? എന്നാൽ ഇപ്പം വേണ്ട, ഞങ്ങളെല്ലാവരും ഇപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് ചായ കുടിച്ചതേ ഉള്ളൂ. മോനെ രാജു, സാറിൽ നിന്നും അനുകൂലമായ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. സദാശിവൻ സാർ അങ്ങനെ ചോദിക്കുമ്പോൾ രാജു പറ, അയ്യോ എൻ്റെ സാറേ എനിക്കൊന്നും അറിയില്ല, ദാണ്ട മോൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, സാറ് മോളോട് തന്നെ അങ്ങ് ചോദിച്ചോ. പോസിറ്റീവായിട്ടാങ്കിലേ എനിക്ക് തോന്നിയത്. പ്രതാപൻ ഇറങ്ങി വരുന്നതും കാത്ത് അംബിക അവിടെ നിൽക്കുക. അങ്ങനെ പ്രതാപനോടൊപ്പം അവരുടെ അടുത്തോട്ട് വരികയാണ് അംബിക. പ്രതാപൻ എല്ലാവരോടും ചിരിക്കുന്നുണ്ടെങ്കിൽ ആകെ ഒരു അസ്വസ്ഥനാണ്. മനസ്സിൽ പറയുന്നത്, പവിത്ര സിസ്റ്റർ ഇതുവരെ വന്നില്ലല്ലോ. പ്രതാപൻ പുറത്തോട്ട് നോക്കുന്ന കണ്ടോട്ട് സദാശിവൻ സാർ ചോദിക്കുന്നു, അല്ല പ്രതാപൻ ആരെയായി നോക്കുന്നത്? എൻ്റെ ഒരു വെൽവിഷറെ ഞാൻ പ്രതീക്ഷിക്കുന്നു, വരാമെന്ന് എനിക്ക് ഉറപ്പു തന്നതാ. പ്രതാപന്റെ അത്രയ്ക്ക് വലിയ വെൽവിഷർ ആരായിരിക്കും? അംബിക ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട്. പത്മയാണെങ്കിൽ ആകെ വയ്യാത്ത ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുക. അയ്യോ, പ്രതാപേട്ടൻ എന്നെ ഇപ്പം കണ്ടില്ലെങ്കിൽ വിളിക്കുമായിരിക്കുമല്ലോ. ദൈവമേ, ഞാൻ എന്ത് മറുപടി പറയും? അല്ലെങ്കിൽ വേണ്ട, ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കിയാലോ? അങ്ങനെ പത്മ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. പ്രതാപൻ അവരോടായി പറയുന്നു, എന്നാൽ നമുക്കിനി തുടങ്ങാം, ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് പ്രതാപൻ വീണ്ടും പത്മയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ സദാശിവൻ സാറ് ചോദിക്കും, എന്ത് പറ്റി പ്രതാപ? ഏയ് ഒന്നുമില്ല. എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഒരു സാധാരണ MLA ആയിട്ട് നിന്ന് പ്രവർത്തിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ മുഖ്യമന്ത്രിയാകാനൊന്നും ഞാനില്ല. അംബികയുടെ മുഖത്തൊരു പുഞ്ചിരി. ബാക്കി എല്ലാവരും ഷോക്കേറ്റതുപോലെയായി. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവരുടെയും ആഗ്രഹമാണ് സാറ് CM ആകണമെന്ന്. മുഖ്യമന്ത്രിയാകുന്നതൊക്കെ ഒരു ചെറിയ ജോലിയല്ല സദാശിവൻ സാറേ. ഊണും ഉറക്കമില്ലാതെ ഓടി നടക്കണം, കഷ്ടപ്പെടണം. അതിനുള്ള ആരോഗ്യമൊന്നും എനിക്കിപ്പോൾ ഇല്ല സാറേ. കൂട്ടത്തിൽ വന്ന ഒരാൾ പറയുന്നുണ്ട്, അത് സാറ് വെറുതെ ഒഴിവുകൾ പറയുന്ന. സാറ് മുഖ്യമന്ത്രി ആയേ പറ്റൂ. പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. നിങ്ങളോടൊപ്പം സജീവകരമായ എല്ലാ കാര്യത്തിനും ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ ഒരിടത്തേക്ക് ഓടിപ്പോകാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം ഒരു വലിയ ഭാരം എൻ്റെ ചുമലിൽ വെക്കരുത്. അത് ചുമക്കാനുള്ള ശേഷി ഇപ്പോൾ എനിക്കില്ല. ഒരു 20 അംഗ മന്ത്രിസഭയുടെ രൂപരേഖ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സദാശിവൻ സാറ് വളരെ സങ്കടത്തോടെ പറയാം, സാറ് ഞങ്ങളുടെ പ്രതീക്ഷ തകർത്ത് കളഞ്ഞല്ലോ. അങ്ങനെ പറയല്ലേ സദാശിവൻ സാറ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ ഞാനിന്ന് ഡൽഹിയിൽ പോകുന്നുണ്ട്. ഹൃദയൻ രാജു ആകെ തകർന്നു പോലെ നിൽക്കുവാണ്. അംബികയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ടുപോയി. ഞാൻ ഈ പുതിയ മന്ത്രിസഭയുടെ ലിസ്റ്റ് ഒന്ന് വായിക്കട്ടെ എന്നും പറഞ്ഞ് പ്രതാപം വായിക്കാൻ തുടങ്ങുകയാണ്. പൊൻകുന്നം സദാശിവൻ സാറ് മുഖ്യമന്ത്രി. ആർക്കെങ്കിലും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ആരും ഒന്നും മിണ്ടിയില്ലെങ്കിലും അവർ കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. ധനകാര്യ വകുപ്പ് തോമസ് മറ്റക്കര, വിദ്യാഭ്യാസം സ്വാതി മുരളീധരൻ, ആരോഗ്യം PS ജേക്കബ്. അപ്പോൾ സ്പീക്കർ ശ്രീകുമാരൻ പോറ്റി. എന്താ അതുപോലെ? സദാശിവൻ സാർ വീണ്ടും പറയാം, എൻ്റെ ഒരു സജഷൻ സാറൊന്ന് സ്വീകരിക്കണം. സാർ അത് അംഗീകരിച്ചില്ലെങ്കിൽ എനിക്ക് അടിയന്തരമായി ഹൃദയമുള്ള ഇതിനകത്ത് അംഗീകരിക്കേണ്ടി വരും. മുഖ്യമന്ത്രിയാണ് സാധാരണയായി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു കീഴ്വഴക്കം നമുക്കിന്ന് മാറ്റിയാലോ? വിജിലൻസ് ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പ് സാറ് കൈകാര്യം ചെയ്യണം. മറ്റുള്ള അണികളും പറയുന്നുണ്ട്, സദാശിവൻ സാറ് പറഞ്ഞത് കറക്റ്റാ, സാർ ഇത് അംഗീകരിച്ചേ പറ്റൂ, നമുക്കതങ്ങോട്ട് കൈയടിച്ച് പാസ്സാക്കാൻ സാറേ എന്നും പറഞ്ഞ് ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് കൈയടിച്ച് അതങ്ങ് പാസ്സാക്കി. പ്രതാപൻ പറയുക, പുതിയ മന്ത്രിസഭയുടെ രൂപരേഖയായി. ഇനി എനിക്ക് കുറച്ച് കുടുംബകാര്യം സംസാരിക്കാനുണ്ട്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ പ്രതാപ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. മോനെ രാജു, ഞങ്ങൾ ഇറങ്ങുവാണ് എന്നും പറഞ്ഞ് വന്ന് എല്ലാവരും പുറത്തോട്ട് പോവുകയാണ്. നമുക്കിനി അല്പം കുടുംബകാര്യം സംസാരിക്കാം എന്നിങ്ങനെ പ്രതാപൻ പറയുമ്പോൾ രാജുവിനെ അങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ട് അംബിക പ്രതാപൻ്റെ അടുത്തോട്ട് കയറിയിരുന്നിട്ട്, എന്താ പ്രതാപ? ചേച്ചി, അതെ, എല്ലാവരും വലിയ തിരക്കിലായിരുന്നു, പിന്നെ ടെൻഷൻ, അതുകൊണ്ട് റിലാക്സേഷൻ കൂടിയേ പറ്റൂ. ചേച്ചിക്ക് ഒഴികെ മറ്റുള്ളവർക്കെല്ലാം ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ പ്രതാപ ടൂർ പ്രോഗ്രാം? അതേ ചേച്ചി,
യാമിനി ഇന്ന് തന്നെ കോയമ്പത്തൂർ പോകുന്നു. അവിടെ ശേഖരൻ കാത്തു നിൽപ്പുണ്ടാവും. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഊട്ടിയിലോട്ട് പോകുന്നു. പ്രതാപേട്ട, അതിന് ശേഖരേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇനി രാജു ഹൃതിയെ നിങ്ങൾ മൂന്നാറിലോട്ട് പോകുന്നു. അയ്യോ, മൂന്നാറിലോട്ടോ? രാജു ഹൃതിയെ ഇങ്ങനെ അമ്പരപ്പോടെ പ്രതാപനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായിരിക്കും പ്രതാപൻ്റെ മനസ്സിലെ തീരുമാനം? പത്മാവതി എന്ന് മനസ്സിലാകാതെ പവിത്ര സിസ്റ്ററിനെ കണ്ടുപിടിക്കാൻ പോവാണോ? പവിത്രയെ ഒന്നിച്ച് കറങ്ങാനാണോ? അതിനുള്ളിൽ അംബികയെ എങ്ങും പോകാതെ വീട്ടിൽ നിർത്തുന്നത് എന്തിനാ? അംബികയെ വല്ല ഉഗാണ്ടയിലോ ആഫ്രിക്കയിലോ പറഞ്ഞു വിട്ടില്ലെങ്കിൽ എന്തായാലും പ്രതാപൻ ചെയ്യുന്നതെല്ലാം മണ്ടത്തരമാകും. പ്രതാപൻ്റെ ഈ ടൂർ പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? നല്ലത് വല്ലതാണോ അതോ പ്രതാപൻ്റെ അധപ്പതനമാണോ എന്നൊക്കെയുള്ളത് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.